വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ. തിരുവനന്തപുരം പാലോട് ആത്മഹത്യ ചെയ്ത നവവധുവിനെ മർദ്ദിച്ചത് ഭർത്താവ് അഭിജിത്തിന്റെ സുഹൃത്ത് അജാസ്. ഇന്ദുജയ്ക്ക് മർദ്ദനമേറ്റത് മരിക്കുന്നതിന് 2 ദിവസം മുൻപെന്ന് അഭിജിത്ത് മൊഴി നൽകി. കാറിൽ വെച്ചായിരുന്നു മർദ്ദനം. അഭിജിത്തിന്റെയും അജാസിന്റെയും ഫോണുകൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അഭിജിത്തിന്റെയും അജാസിന്റെയും അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. മരിച്ച ഇന്ദുജയുമായി അജാസിന് അടുപ്പമുണ്ടായിരുന്നതായാണ് സൂചന. ഇക്കാര്യം പോലീസ് പ്രാഥമികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അഭിജിത്തും അജാസും വാട്സാപ്പ് ചാറ്റുകൾ നീക്കിയതും പോലീസിനെ സംശയത്തിലാക്കിയിരുന്നു. ഇരുവരെയും ഒരുമിച്ചിരുത്തിയാണ് പോലീസ് ചോദ്യം ചെയ്യുന്നത്. ഇവരിൽ നിന്നും നിർണായക മൊഴികൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന. അതേസമയം സംഭവം ആത്മഹത്യയെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. എന്നാൽ ഗാർഹിക പീഡനത്തിന്റെ സാധ്യതകൾ തള്ളിക്കളയാനാകില്ലെന്നാണ് പോലീസ് നിഗമനം. മരണത്തിൽ ദുരൂഹത ആരോപിച്ച് യുവതിയുടെ കുടുംബം പാലോട് പോലീസിൽ പരാതി നൽകിയിരുന്നു. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് ഭർത്താവ് അഭിജിത്തിനെ വെള്ളിയാഴ്ച രാത്രി തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു. മരണ ദിവസം ഫോണിലേക്ക് ഒരു കോൾ വന്നതിന് പിന്നാലെ ഇന്ദുജ മുറിക്കുള്ളിൽ കയറി കഥകടച്ചതെന്നാണ് ഭർത്തൃബന്ധുക്കൾ പോലീസിന് നൽകിയ മൊഴി. ഭർത്താവ് അഭിജിത്ത് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയപ്പോഴാണ് 2ാം നിലയിലെ കിടപ്പുമുറിയുടെ ജനലിൽ തൂങ്ങിയ നിലയിൽ ഇന്ദുജയെ കണ്ടെത്തിയത്. സ്വകാര്യ വാഹന കമ്പനിയിലെ കരാർ ജീവനക്കാരനായ അഭിജിത്ത് ജോലിക്ക് പോയ സമയത്ത് ഭാര്യ കെട്ടിത്തൂങ്ങിയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. 2 വർഷമായി പ്രണയത്തിലായിരുന്ന ഇന്ദുജയും അഭിജിത്തും 3 മാസം മുൻപാണ് വിവാഹം കഴിച്ചത്. അഭിജിത്തുമായുള്ള വിവാഹത്തിന് ഇന്ദുജയുടെ വീട്ടുകാർക്ക് എതിർപ്പുണ്ടായിരുന്നു. ഈ എതിർപ്പ് അവഗണിച്ചാണ് തിരുവനന്തപുരം മഞ്ചൂരിലെ സ്വകാര്യ ലാബ് ജീവനക്കാരിയായ ഇന്ദുജ അഭിജിത്തിനൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചത്. 2 ദിവസമായി ഇന്ദുജ ജോലിക്ക് പോയിരുന്നില്ല. അഭിജിത്തിന്റെ മുത്തശ്ശി മാത്രം വീട്ടിലുള്ള സമയത്താണ് ഇന്ദുജ ആത്മഹത്യ ചെയ്തതെന്ന നിഗമനത്തിലാണ് പോലീസ്. തൂങ്ങിയ നിലയിൽ കാണുമ്പോൾ ഇന്ദുജയ്ക്ക് ജീവനുണ്ടായിരുന്നുവെന്നും ജില്ലാ ആശുപത്രിയിലേക്കുള്ള വഴിമധ്യയാണ് മരണം സംഭവിച്ചതെന്നുമാണ് അഭിജിത്തിന്റെ കുടുംബം പോലീസിന് നൽകിയ വിവരം. അതേസമയം മകളുടെ ആത്മഹത്യയിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് ഇന്ദുജയുടെ അച്ഛൻ ശശിധരൻ കാണിപ്പാലോട് പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇന്ദുജയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളുള്ളതായി ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നു. കവിളിൽ അടിയേറ്റ പാടുണ്ടായിരുന്നതായാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. എന്നാൽ മുഖത്തേത് ബസിന്റെ കമ്പിൽ തട്ടിയ പാടെന്ന് അഭിജിത്തിന്റെ അമ്മ പൈങ്കിളി പറയുന്നു. വീട്ടിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ലെന്നും ഇവർ പറയുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. നന്ദി.